താഴെ പറയുന്ന സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. ആ എസ് പതിനൊ- 25 കാണണം. ഉം. ഉം. ശ്രേണി 11. ഒന്നാമത്തെ ചോദ്യം, അതായത് ഇനി എഴുതാൻ പോകുന്ന ചോദ്യത്തിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണണം അല്ലേ? ആ. ആദ്യത്തെ ശ്രേണി പറ. 11, 11, 22, 22, 33, 33, ഇങ്ങനെ 18. പോകുന്ന ശ്രേണി ആ. അല്ലേ? അപ്പോൾ ഒന്ന് നോക്കാം, മൊത്തം എത്ര പദമുണ്ട്? 3 പദങ്ങളുണ്ട്. അത് ശ്രേണിയിൽ അതല്ല, മൊത്തം എത്ര പദങ്ങളുടെയാണ് കാണണ്ടേ? 25 പദങ്ങളുണ്ട്. 25 പദങ്ങൾ. അപ്പോൾ 25 പദം എന്ന് പറയുമ്പോൾ എസ് 25, അതായത് പദങ്ങളുടെ എണ്ണം 25 അല്ലേ? ആ. ഓക്കെ. അതേപോലെ ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് നോക്കിയാൽ എത്ര കിട്ടും? 11 വീതം കൂടി കൂടി പോയേക്കും അല്ലേ? അപ്പോൾ പൊതുവ്യത്യാസവും കിട്ടി. ആ. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി, നമുക്ക് മധ്യപദവും പദങ്ങളുടെ എണ്ണവും വേണമായിരുന്നു. ആ. ശരിയാണോ? അപ്പോൾ നമുക്കിവിടെ മധ്യപദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 പദമല്ലേ? ആ. 25 പദങ്ങളിലെ നടുക്ക് കിടക്കുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? 25 അധികം 1 കൂട്ടും, എന്നിട്ട് നേരെ പകുതി എടുക്കും. പിടികിട്ടിയോ? 25ൻ്റെ കൂടെ 1 കൂട്ടണം. അത് ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് എടുത്ത കേട്ടോ. 25ൻ്റെ കൂടെ 1 കൂട്ടി നേരെ പകുതി എടുത്തു. 25ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നേ? 26. 26ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? 13 വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 13ാമത്തെ പദം കണ്ടുപിടിക്കണം. പിടികിട്ടിയോ? 13ാമത്തെ പദം കണ്ടുപിടിക്കണം. 13ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദം എടുക്കണം. ഇഷ്ടമുള്ളൊരു പദം പറ. 22. 22, അതായത് രണ്ടാമത്തെ പദം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പദവും നമ്മൾ എടുക്കും. കണ്ടോ? എന്നിട്ട് ഈ രണ്ടിനോട് എത്ര കൂട്ടിയാൽ 13 കിട്ടുമെന്ന് നോക്കുക. എത്ര കൂട്ടും? 11 കൂട്ടും. ശരിയല്ലേ? 11 2 കൂടെ കൂട്ടിയാൽ 13 കിട്ടും. ഇപ്പോൾ ഈ 11 ഗുണം ഡി എന്ന് എഴുതും. എഴുതിയത് മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറയാം. നമുക്ക് വേണ്ടിയിരുന്ന സാധനം, നമുക്ക് ചോദ്യത്തിൽ തന്നിരുന്ന സാധനം എന്തൊക്കെയാ? 11, 22, 33 എന്ന് പറയുന്ന ശ്രേണിയായിരുന്നു. നമുക്ക് അതിൽ നിന്ന് 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. ഈ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയേണ്ട കാര്യങ്ങൾ ഒന്ന് മധ്യപദവും പിന്നൊന്ന് പദങ്ങളുടെ എണ്ണവുമാണ്. അതിനകത്ത് പദങ്ങളുടെ എണ്ണം നമുക്കറിയാം, 25 എണ്ണം. പൊതുവ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിങ്ങനെ 11 വീതം കൂടി കൂടി പോകുന്നതുകൊണ്ട് പൊതുവ്യത്യാസം 11 ആണെന്നും അറിയാം. ശരിയല്ലേ? പക്ഷെ മധ്യപദം ഏതാണെന്നറിയോ? ഇല്ല. അപ്പം മധ്യപദം കണ്ടുപിടിക്കാൻ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും തമ്മിൽ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പകുതി എടുത്താൽ മധ്യപദം കിട്ടും. ശരിയല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് അവസാനത്തെ പദം, അതായത് 25ാമത്തെ പദം പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ അതിനെക്കാട്ടിലും എളുപ്പം നമുക്ക് ഇവിടെ ഒറ്റ സംഖ്യ ആണെങ്കിലാണ് കേട്ടോ. ഒറ്റ സംഖ്യ ആണെങ്കിൽ ഈ എളുപ്പ വഴി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇത് തമ്മിൽ കൂട്ടിപ്പോവുക കേട്ടോ. അപ്പോൾ ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ ഒരു എളുപ്പവഴി സ്വീകരിക്കുന്നത്. അതായത് നടുക്ക് കിടക്കുന്ന പദത്തിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ പോവുക. 25ൻ്റെ കൂടെ, ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. എന്തൊക്കെയാണ് സാധാരണ നമ്മൾ പഠിച്ചേക്കുന്നത്? എന്തുവാണ്? ആദ്യപദവും അവസാന പദവും കൂട്ടി പകുതി എടുത്താൽ നേരെ മധ്യപദം കിട്ടും. എന്നാൽ നമുക്കിവിടെ മധ്യപദം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ അവസാനത്തെ പദം കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട്. ശരിയല്ലേ? ഇവിടെ അവസാനത്തെ പദം നമുക്ക് അറിയാത്തതുകൊണ്ട് അവസാനത്തെ പദം കണ്ടുപിടിക്കണം.
ആ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ നമ്പർ ഒന്ന് നോക്കുക. ഇത് ഒറ്റ സംഖ്യയാണോ എന്ന് നോക്കുക. ആ ഒറ്റ സംഖ്യയാണെങ്കിൽ ഈ അവസാനത്തെ പദം കണ്ടുപിടിക്കുന്നതിന് പകരം നേരിട്ട് നടുക്കത്തെ പദം കണ്ടുപിടിക്കാൻ പറ്റും. ആ അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 25-ൻ്റെ കൂടെ ഒന്ന് കൂട്ടും, എന്നിട്ട് പകുതി എടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് 13 അല്ലേ? കാരണം 25 ഒന്നും കൂടെ കൂട്ടിയാൽ 26 കിട്ടും. 26-ൻ്റെ നേരെ പകുതി 13. അപ്പോൾ നമുക്ക് ഈ അവസാനത്തെ പദം കണ്ടുപിടിക്കുന്നതിന് പകരം ഈ 13-ാമത്തെ പദം കണ്ടുപിടിച്ചാൽ മതി. പിടികിട്ടിയോ? 13-ാമത്തെ പദം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ശ്രേണിയിൽ തന്നിട്ടുള്ള 3 പദങ്ങളിൽ ഏത് പദം വേണേലും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മൾ എടുത്തത് 22 ശരിയല്ലേ? 22 എന്ന് പറഞ്ഞാൽ അത് 2-ാമത്തെ പദം ആ ശ്രേണിയിലെ, ശരിയല്ലേ? അപ്പോൾ ആ 2-ാമത്തെ പദം ഇവിടെ എടുത്തുകൊണ്ട് വരും. പിടികിട്ടിയോ? എന്നിട്ട് നമ്മൾ നോക്കുന്നത് ഈ 2-ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഈ കിടക്കുന്ന 13 കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും 11 കൂട്ടിയാൽ അല്ലേ, 11-നും 2 കൂടെ കൂട്ടിയാലേ 13 വരത്തുള്ളൂ. എന്നിട്ട് ഈ ഡി അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എഴുതി വെക്കും. എന്നിട്ട് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. x2 എന്ന് പറഞ്ഞാൽ എത്ര? അതായത് 2-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22. ആ 22 ഇവിടെ എഴുതി കൊടുക്കുന്നു. പ്ലസ് 11 ഇൻറ്റു ഡി എത്രയാണ്? ഡിയും 11 തന്നെയാണ്. ആ 11 എഴുതി കൊടുക്കുന്നു. അപ്പോൾ 22 അധികം 121 സമം 143 എന്ന ആൻസർ കിട്ടും. പിടികിട്ടിയോ? അപ്പം നേരിട്ട് നമുക്ക് എന്ത് കിട്ടി? നടുക്കത്തെ പദം കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടോട്ട് എഴുതി വെക്കും 143 ഗുണം 25 കണ്ടോ? പിടികിട്ടി? ഇനി അത് തമ്മിൽ ഗുണിച്ചാൽ മതി. 143 ഗുണം 25 എത്ര കിട്ടും? 5 ഗുണം 3 15, ശിഷ്ടം 1, 5 ഗുണം 4 20, 6 26 1, 27 7, ശിഷ്ടം 2, വീണ്ടും 5 ഗുണം 4 5 ഗുണം 1 5 കിട്ടും അല്ലേ? 2 ഗുണം 4 8 കിട്ടും. 8 5 13, 13 2 15 കിട്ടും. വീണ്ടും ശിഷ്ടം 1 വരും. 2 ഗുണം 1 2 വരും, ശരിയല്ലേ? 2 1 3. ആൻസർ ഇതാണോ? ഞാൻ കുടിച്ചപ്പോൾ തെറ്റിയോന്ന് എനിക്കൊരു സംശയം. ഹലോ, ആൻസർ ഇതാണോ? അതിനകത്ത് ആൻസർ ഇല്ലേ? ഇല്ലെങ്കിൽ പോട്ടെ. 25 2 0, 25 4 100 ആകും. 25 3 75, 2 6 7 5 ആയിരിക്കും. ശരിയാണോ? ആൻസർ ഇല്ലേ? ആൻസർ ശരി തന്നെയാ. ഏതാ ആൻസർ ശരിയാ? അതല്ല, ആദ്യത്തേതാ ആണോ? ഓ ശരി. അപ്പോൾ രണ്ടാമത്തെ എങ്ങനെ? എനിക്ക് തെറ്റിപ്പോയി. നോക്കട്ടെ. 25 ഗുണം 100 2500, 25 ഗുണം 40 അപ്പോൾ 1000 കിട്ടും. സോറി, അവിടെ ഒരു 0 വിട്ടുപോയതാ. 25 ഗുണം 3 75. ഇങ്ങനെ നോക്കുവാണെങ്കിൽ 3 5 7 5. ഓക്കെ, അപ്പോൾ ആൻസർ 3 5 7 5 കേട്ടോ? ഓക്കെ, 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ശ്രേണിയുടെ തുക കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ശ്രേണി പറഞ്ഞോ. 1 6 11 ഇങ്ങനെ പോകുന്ന ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങൾ കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇപ്പോൾ 25 ആയതുകൊണ്ട് നമുക്കറിയാലോ നടുക്ക് കിടക്കുന്ന പദം എന്ന് പറഞ്ഞാൽ 13 കേട്ടോ. മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എഴുതും 13-ാമത്തെ പദം ഗുണം പദങ്ങളുടെ എണ്ണം കേട്ടോ. ഇവിടെ നമുക്ക് പദങ്ങളുടെ എണ്ണം 25 ആണെന്ന് ഓൾറെഡി അറിയാം. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? എത്ര വീതമാണ് കൂടി പോകുന്നത്?
5 വീതം കൂടി കൂടി പോകുന്നുണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആ ഇനി നമുക്ക് ആരെയാ വേണ്ടത്? 13ാമത്തെ പദത്തിന് വേണം. അപ്പോൾ 13ാമത്തെ പദം കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഇനി അതൊന്ന് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പദം പറഞ്ഞേ. 11. അതായത് 1, 2, 3. മൂന്നാമത്തെ പദമല്ലേ അല്ലേ? ഈ 3ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാ 13 കിട്ടുന്നേ? 10 അല്ലേ? അപ്പോൾ ഈ 10ൻ്റെ കൂടെ ഡിയും കൂടെ എഴുതണം. ഓക്കെ. എന്നിട്ട് മൂന്നാമത്തെ പദം 11 പ്ലസ് 10 ഗുണം ഡി എന്ന് പറഞ്ഞാൽ എത്ര? 5 അല്ലേ? ഇനി 10 ഗുണം 5 എന്ന് പറഞ്ഞാൽ 50 കിട്ടും. ഈ 50ഉം 11ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 61 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 13ാമത്തെ പദം കണ്ടുപിടിച്ചല്ലോ. എത്രയാണ്? 61. അപ്പോൾ 61 ഗുണം 25. ശരിയല്ലേ? ഇനി 61 ഗുണം 25 നോക്കിയോ. ഒരു 5, 5, പിന്നെ 6 5 30, ഒരു 2 2, 32ന് 2, ശിഷ്ടം 3, 6 2 12 3 15. ഓക്കെ. അങ്ങനെ നമുക്ക് 1525 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് മൾട്ടിപ്ലിക്കേഷൻ രീതിയാണോ എളുപ്പം, ഇങ്ങനെ എഴുതി തന്നെ ഗുണിക്കണമെങ്കിൽ അങ്ങനെ എഴുതി തന്നെ ഗുണിച്ച് ചെയ്യുക കേട്ടോ. മാത്സിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ട്രിക്ക് മീൻസ് ഞാൻ ഉപയോഗിച്ചത് പറയാഞ്ഞത്. എൻ്റെ റീസൺ ചിലപ്പോൾ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കണക്ക് മൊത്തത്തിൽ മനസ്സിലാകാതെ പോകും. പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഞാനത് ഗുണിച്ചതെന്ന് കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയ 1525. ശരിയാണോ? ഓക്കെ. അടുത്ത ചോദ്യം. 12 23 34. ഇവിടെയും നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? 25 പദങ്ങളുടെ തുക. അവിടെയും നമുക്കറിയാമല്ലോ 13ാമത്തെ പദമാണ് നടുക്ക് കിടക്കുന്നത്. പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുകയും വേണം. പദങ്ങളുടെ എണ്ണം നമുക്ക് അറിയാം 25 എണ്ണമാണ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്ര വീതം കൂടി കൂടി പോകുന്നു? 11 വീതം കൂടി കൂടി പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് ആരെയാ കാണണ്ടേ? നടുക്ക് കിടക്കുന്ന 13ാമത്തെ പദം അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെണ്ണം പറഞ്ഞേ? 23. അതായത് എത്രാമത്തെ പദം? രണ്ടാമത്തെ പദം. അപ്പോൾ നമ്മൾ ആ 2 ഇവിടെ കൊണ്ട് എഴുതുന്നു. 2നോട് എത്ര കൂട്ടിയാലാ 13 കിട്ടുന്നേ? 11. 11 ഗുണം ഡി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? x2 എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? 23. 23 ഗുണം 11 ഗുണം 11. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ 23 അധികം 121. ശരിയല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ 144 എന്ന ആൻസർ കിട്ടും. അത് നമ്മളിവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ 13ാമത്തെ പദം 144ആണ്. പദങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 25ആണ്. ഓക്കെ. ഇനി നമുക്ക് ഗുണിക്കാം. 5 ഗുണം 4 20, 0, ശിഷ്ടം 2 വരും. 5 ഗുണം 4 20, 22, 24 8, 22 8 30, വീണ്ടും 0 വരും. ശിഷ്ടം 3 എഴുതാം. 5 ഗുണം 1 5, 2 ഗുണം 4 8, 8 5 13 3, 16 6, ശിഷ്ടം 1 വരും. ഒരു 2 2 1 3, ഏകദേശം 3600 എന്ന് കിട്ടി. ശരിയാണോ? ഓക്കെ. അടുത്ത ചോദ്യം ഉണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളായിരുന്നു.